Hello dears. So this is a happy month for you. അല്ലേ നമ്മുടെ ഇയറിന്റെ എൻഡിലുള്ള മന്ത് ആണെങ്കിൽ നമ്മൾ ഭയങ്കര വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു മന്താണ് ഡിസംബർ. എന്താണ്? യെസ്, ക്രിസ്മസിന്റെ മന്താണ്. ബട്ട് നമ്മൾ പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ക്രിസ്മസ്, ഓണം എന്നൊക്കെ പറയുന്നത് സെലിബ്രേഷൻസ് മാത്രമാണോ? അല്ല, ഡെഫിനറ്റ്ലി എന്ത് കാണും? എക്സാംസ്. സോ ഇവിടെ നമുക്ക് ക്രിസ്മസിന്റെ കൂടെ എന്തുണ്ട്? എക്സാംസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ക്രിസ്മസിന്റെ ടൈം ടേബിൾ കിട്ടിക്കാണും. നമ്മളെ ക്ലാസ് 9ന്റെ എക്സാം, ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ ഇതാ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് അടിപൊളിയാവണമെങ്കിൽ നമ്മുടെ എക്സാംസും എന്താവണം? അടിപൊളിയാവണം. കാരണം എക്സാം കഴിഞ്ഞിട്ടാണ് എന്ത്? ക്രിസ്മസ്. കാരണം നമ്മുടെ ടൈം ടേബിൾ നോക്കിയേ. യെസ്, നമ്മുടെ എക്സാം December 13 വെനസ്ഡേ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ന് വരെയാണ്? December 21 വരെയാണ് നമ്മുടെ എക്സാം വരുന്നത്. സോ ആഫ്റ്റർ ദാറ്റ് നമ്മൾ ക്രിസ്മസ് എക്സാംസ് ഒക്കെ അടിച്ചു പൊളിച്ചിട്ട് വേണം നമുക്ക് ക്രിസ്മസ് അടിച്ചു പൊളിക്കാനായിട്ട്. സോ ഹിയർ ഈസ് യുവർ ടൈം ടേബിൾ അല്ലേ. ഫസ്റ്റ് ഡേ December 13 സോഷ്യൽ സയൻസ് ആണ്, രാവിലെ 10 മണി മുതൽ 12:45 വരെ. ആൻഡ് ദ വെരി നെക്സ്റ്റ് ഡേ December 14 ആണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് വരുന്നത്. അന്ന് ഇംഗ്ലീഷ് മാത്രമല്ല, ഉച്ച കഴിഞ്ഞിട്ട് എന്തുണ്ട്? വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ. അപ്പൊ ഇംഗ്ലീഷും വർക്ക് എക്സ്പീരിയൻസും ഒന്നിച്ചു വന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണ്? ആ വർക്ക് എക്സ്പീരിയൻസിന് വേണ്ടി നമുക്ക് പഠിച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ടൊന്നുമില്ല. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ഇമാജിനേഷൻ, ഐഡിയാസ് ഒക്കെ കൊണ്ടുവരാനുള്ള ഒരു ചാൻസ് ആണത്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ഡേ 15th നമുക്ക് ഹിന്ദിയുടെ എക്സാം ആണ്. ഹിന്ദിയും നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് അല്ലെ. സോ എക്സാം നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് ഹിന്ദി. ദെൻ 16 and 17 നമുക്ക് സ്റ്റഡി ലീവ് ആണ് അല്ലെ. അപ്പൊ ഇത്ര എക്സാംസ് നമ്മൾ എഴുതി, സ്റ്റഡി ലീവ് വന്നപ്പോ നമുക്ക് സന്തോഷമായി. ബട്ട് നോക്കിക്കേ, ഇവിടെ ഒരു ഓറഞ്ച് കളറില് 4 എക്സാംസ് കൊടുത്തിട്ടുണ്ട് 3 ദിവസങ്ങളിലായിട്ട്. ഏതൊക്കെയാണ്? 18 മൺഡേ, 19 ട്യൂസ്ഡേ ആൻഡ് 20 വെനസ്ഡേ. ഏതൊക്കെയാ സബ്ജക്ട്സ് നോക്കിക്കേ. യെസ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ഓൺ 19th, ദെൻ ബയോളജി. ആ 4 എക്സാംസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് വെരി ക്രൂഷ്യൽ അല്ലെ. സോ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ 2 ദിവസം, നമ്മുടെ സ്റ്റഡി ലീവ് ആയിട്ടുള്ള 2 ദിവസം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്താല് നമുക്ക് ഈ 4 എക്സാംസ് എന്താക്കാം? അടിപൊളിയാക്കാം. അപ്പോൾ നമ്മൾ ടൈം ടേബിള് എക്സാംസിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണം. സോ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. സോ അതെന്താന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ എക്സാംസ് 20th കഴിഞ്ഞാൽ 21st രാവിലെ 10 മുതൽ 11:45 വരെ. യെസ്, നിങ്ങളുടെ ലാംഗ്വേജ് 1 ആൻഡ് ദെൻ നിങ്ങളുടെ ലാംഗ്വേജ് 2 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ് ആൻഡ് ബയോളജി പോർഷൻസ് അത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഇത് നിങ്ങൾ കണ്ടിരുന്നോ? എന്താണ് ഇത് എഴുതിയിരിക്കുന്നത്? ഹാപ്പി ക്രിസ്മസ് എന്നാണോ? ഇറ്റ് ഈസ് ഹാപ്പി എക്സാംസ്. അപ്പൊ ഹാപ്പി എക്സാംസ് ആണെങ്കിലാണ് ഹാപ്പി ക്രിസ്മസ് വരുന്നത്. ഓക്കെ, സോ അപ്പൊ നമ്മുടെ ഫിസിക്സിന്റെ എക്സാം നമുക്ക് നോക്കിക്കേ. നമ്മുടെ ടൈം ടേബിളിൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഒരു ദിവസമാണ് വരുന്നത്. എന്നാണ്? December 19th കെമിസ്ട്രി രാവിലെയും ഫിസിക്സ് ഉച്ച കഴിഞ്ഞാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഹിന്ദിയുടെ എക്സാം കഴിഞ്ഞ് വരുന്ന ദിവസം December 15th നമുക്ക് രാത്രി എപ്പോഴാണ്? യെസ്, December 15th രാത്രി 7 മണിക്ക് നമ്മുടെ ആൽബിൻ സാറ് നിങ്ങളെ ഫിസിക്സ് പഠിക്കാൻ സഹായിക്കാനായിട്ട് വരുന്നുണ്ട്. നമ്മുടെ എക്സാംസ് ലൈവ് ഫിസിക്സ് ക്ലാസ് 9, സമയം മറക്കരുത്, രാത്രി 7 മണി. അപ്പൊ നമ്മൾ December 15th ഫിസിക്സിന് വേണ്ടി ഒരു പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നമ്മുടെ സ്റ്റഡി ലീവ് ഡേയ്സ് നമ്മൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. സോ ഓർത്ത് വെക്കുക, ഫിസിക്സ് December 15th. ദെൻ നെക്സ്റ്റ് ചിരൺമയ് സാറാണ് സബ്ജക്ട് മാത്തമാറ്റിക്സ്. അപ്പൊ മാത്തമാറ്റിക്സിന്റെ എക്സാം ആണ് നമുക്ക് 18th വരുന്നത്. സോ December 17 രാത്രി 7 PM സൺഡേ. അപ്പോൾ നമ്മൾ സൺഡേ നന്നായി പഠിക്കാം. മാത്സ് ഒക്കെ നിങ്ങൾ പഠിച്ചൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ സാറ് നിങ്ങളെ ഒന്ന് റിവൈസ് ചെയ്യാനും കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കാനും ഒക്കെ ആയിട്ട് വരും. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് വരും, ക്ലിയർ ചെയ്യാനൊക്കെ ആയിട്ട് വരും. സോ മാത്സിന്റെ ലൈവ് എപ്പോഴാണ്? December 17 രാത്രി 7 മണിക്ക്. ആൻഡ് ഇനി നമുക്കുണ്ട് കെമിസ്ട്രി ഉണ്ടല്ലേ. കെമിസ്ട്രി ഫിസിക്സും ഉണ്ട് എക്സാം. അപ്പൊ കെമിസ്ട്രിയുടെ ലൈവ് നിങ്ങൾക്ക് വേണ്ടി വരുന്നത് കെമിസ്ട്രിയുടെ എക്സാമിന്റെ തലേ ദിവസം December 18 7 PM മൺഡേ ആണ് വരുന്നത്. അപ്പൊ ഓർത്ത് വെക്കുക, ഇത് നമ്മുടെ ശിവകുമാർ സാർ ആണ് നിങ്ങൾക്ക് കെമിസ്ട്രി നിങ്ങളെ സഹായിക്കാനായിട്ട് എത്തുന്നത്. ആൻഡ് ഫൈനലി നമ്മുടെ ഒരു ടീച്ചർ വന്നിരിക്കുകയാണ്. ടീച്ചറിന്റെ പേര് നീമ മിസ്. സോ നീമ മിസ് വിൽ ടീച്ച് യു ബയോളജി ഓൺ 19th. അപ്പൊ 20th നമുക്ക് ബയോളജിയുടെ എക്സാം. 19th കൃത്യം രാത്രി 7 മണിക്ക് നീമ മിസ് വരും. ഓക്കെ, അപ്പൊ നമ്മുടെ 4 സബ്ജക്ട്സ് ഏതൊക്കെയായിരുന്നു? ഈ 4 സബ്ജക്ട്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ എക്സാമിന്റെ പ്ലാൻ നമ്മൾ ഇപ്പൊ തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി പ്ലാൻ വർക്കൗട്ട് ചെയ്യേണ്ട ആരാണ്? നിങ്ങൾ ഓരോരുത്തരുമാണ് അല്ലെ.
സോ നമ്മുടെ എക്സാംസിന്റെ 20 കഴിഞ്ഞാൽ പിന്നെ 21 കഴിഞ്ഞു. നമ്മുടെ എക്സാംസ് ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് എഴുതുക. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മൾ എക്സാം കഴിയുമ്പോൾ നമ്മൾ ആരാവണം? സ്റ്റാർ ആവണം. സോ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബ്രില്യന്റിന്റെ എല്ലാ വിഷസും അറിയിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.